ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറവുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് പോരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തതാണ്. നാളെ അച്ഛൻ്റെ ബലിയിടാൻ പോവുകയാണ്. നാളേക്ക് 10 വർഷമാവും അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട്. അപ്പോൾ അവിടേക്ക് പോകണ തിരക്കും പിന്നെ ഒരിക്കലൂണും കാര്യങ്ങളൊക്കെയാണ്. ഒരു നേരം അരിയാഹാരം. അപ്പോൾ അതിൻ്റെ ഒരു വ്രതത്തിലാണ്. അച്ഛൻ്റെ ആ വേർപാട് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ മരണം. ഇതിപ്പോൾ അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. അച്ഛനും അമ്മയും ഉള്ള കാലം കുഴപ്പമില്ല നമുക്കൊക്കെ. ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ആങ്ങളാരാണെങ്കിലും അതുപോലെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലാൻ അധികാരമുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കേൾക്കണത് അങ്ങനെയല്ലല്ലോ. നമ്മൾ വിഭജിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അതുല്യാണെങ്കിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ പോലും ഓല് പറഞ്ഞത് എന്താ, നമുക്കൊന്നും അങ്ങനെ കോടതി കയറിയിട്ടോ അങ്ങനെ കേസും കൂട്ടായിട്ട് നടന്നിട്ടുള്ള ശീലമല്ല, പരിചയമല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഓരോ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളെ മക്കളെ ഒരു പേടിക്കേണ്ട, എനിക്ക് എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും കയറി വരാനുള്ളൊരു വരാട്ടോ ഇങ്ങോട്ട് നിന്ന് ഒരു വാക്കൂര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, ഓല ആയുസ്സിന് അത്ര ബലം എന്ന് പറയാം. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. നമ്മളെ മക്കളോട് ആദ്യം പറയേണ്ടത്, നീ എന്തിനാ പേടിക്കണത്, ഭർത്താക്കന്മാരെ വീട്ടിൽ വല്ല അടിമകളെ പോലെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ കയറി വരാനെന്ന് പറഞ്ഞ് അങ്ങനെ പറയാനൊരു ധൈര്യം നമ്മളെ പെൺകുട്ടികൾക്ക് കൊടുക്കണം. അതാണ് വേണ്ടത് ഇനിയുള്ള തലമുറ. അല്ലാതെ ഡൈവോഴ്സ് ആവണത് അങ്ങനെ പാടില്ല, അത് നമ്മുടെ തറവാടിന് മോശമാണ്, അങ്ങനെയല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. പറഞ്ഞ് ഞാൻ കുറച്ച് കാട് കയറിയെന്നൊരു ഡൗട്ട്. അപ്പോൾ അംഗനവാടിക്ക് പോയപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തത് കേട്ടോ. ഇതൊക്കെ നമ്മളെ നൊസ്റ്റാൾജിയ, ഇതൊക്കെ കുറേ കണ്ണിലൊക്കെ ആക്കിയെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു നല്ല രസം കാണാൻ. ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഒപ്പിയെടുത്തു എന്ന് മാത്രം. നമ്മളെ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മളല്ലാതെ ആരുണ്ടാവുക, നമ്മൾ തന്നെയുള്ളൂ ഉണ്ടാവുക. അപ്പോൾ അവൾക്ക് നമ്മൾ ധൈര്യം കൊടുത്താൽ മതി, ബാക്കിയോട് നോക്കിക്കോളും. അപ്പം പിന്നെ എൻ്റെ പണിയിലേക്ക് കിടന്നു. കുട്ടികളെ മക്കളെ കൊണ്ടാക്കിയതിന് ശേഷമാണ് പണിക്ക് ഒരുങ്ങണത്. അപ്പം പോണ ത്രില്ലിൽ വേഗം ചോറും കറിയൊക്കെ ഒരുക്കണം. ഇനിയിപ്പോൾ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഇളയച്ചനും അമ്മവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുക്കി വെച്ച് പോവാണ്. പിന്നെ മോളൊക്കെ സ്കൂളിട്ട് വന്നിട്ട് മോനും അംഗനവാടിയിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ചോറും കറിയൊക്കെ ആവട്ടെ. ഞങ്ങളൊക്കെ സാധാരണക്കാരായതുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞങ്ങളെ ഫാമിലികളിലൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് മുഴുവൻ ഇങ്ങനെ വലിയ ടീമാണതാ. അത്ര പണ്ടോ മുതലൊക്കെ ലോഡ് കണക്കിന് കൊടുത്ത ആളുകളൊക്കെയാണ് ഈ അതുല്യ, അതുപോലെ വിഭജിക, പിന്നീട് കുറേ ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഫണ്ടും ഉണ്ടാവില്ല, മുതലും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എന്താണോ പ്രതികരിക്കാനുള്ള മനസ്സും കയറി ചെല്ലാനൊരു വീട്ടുകാരും ഉണ്ട്. അതന്നെ ഞങ്ങൾ ഏറ്റവും വലിയ സമ്പാദ്യം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അതില്ല തോന്നണം. കുറേ പണ്ടോ മുതലും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. സ്നേഹിക്കാൻ കുറച്ച് മനസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ധൈര്യത്തോടു കൂടി ജീവിക്കുക, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക, പോരണമെങ്കിൽ പോരുക. എന്തിനാ നമുക്ക് കുട്ടികളും മക്കളും ഉണ്ടെങ്കിൽ ഓലെ പോറ്റാൻ നമുക്ക് കഴിയൂലേ. ഇപ്പോൾ നാട്ടിലിറങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിറങ്ങിയ നമുക്കൊരു തൊഴിലുറപ്പിന് പോയിട്ടെങ്കിൽ നമ്മളെ കുട്ടികളെ പോറ്റാം. നമ്മളെന്തിനാ ഓല ആട്ടും തുപ്പും കൊണ്ട് നിൽക്കേണ്ട ആവശ്യം. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇനിയുള്ള തലമുറ ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഓല ആട്ടുത്തുപ്പും കൊണ്ട് പേടിച്ചരണ്ട് ജീവിക്കുക. ഇന്നെ കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. കിട്ടിയാൽ ഞാൻ ഉണ്ടാതെ നിൽക്കില്ല. തുമ്മിയാ തെറിക്കണ മൂക്കാണി തെറിക്കട്ടെ വെച്ചിട്ട് പോരും, അല്ല പിന്നെ. അപ്പോൾ എന്തായാലും പറഞ്ഞു നിൽക്കാൻ നേരമല്ല, വെള്ളമൊക്കെ കൊണ്ടുവരട്ടെ. പറഞ്ഞാൽ പിന്നെ തീരുമില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ നന്നാവുക. പുട്ടിന് തേങ്ങ അറിയുമ്പോൾ നമ്മൾ ഓരോ കടുങ്കൈ ചെയ്യാൻ നിന്നാൽ നമ്മുടെ കുട്ടികളും മക്കളും ആണ് വഴിയാധാരമാവണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതൊരു 15 ദിവസം കഴിഞ്ഞാൽ അത് മറന്നു. അപ്പം നമ്മൾ കഴിവതും ആ ഒരു ചിന്തയിലേക്ക് പോവാതെ ധൈര്യത്തോടു കൂടി മരണം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓട്ടോ ഒക്കെ കെട്ടി ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ട് വേണം. അപ്പോൾ അവിടുന്ന് വേണം ഞങ്ങൾക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്.
ഈ പോണ പോക്കിൽ തന്നെ ഇരുന്നു 4 വട്ടം വിളിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഒന്ന് അമ്മ വിളിക്കും, പിന്നെ അതുപോലെ പിന്നെ ഒരനിയെ വിളിക്കും, പിന്നെ ഒരനിയെ വിളിക്കും, പിന്നെ അനിയത്തി വിളിക്കും. അവിടെ എത്തോളം തുരുതുരാ വിളിക്കും. എവിടെ എത്തി, ഇറങ്ങിയോ, എവിടെ എത്തി, ഏത് ബസ്സിനാണ് കയറിയത്, അവിടെ എത്തോളം വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ ധാരാളം. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ ഇനി ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടോ. വീട്ടിലെത്തിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയ കുണ്ട്രസ് കിട്ടിയില്ല. പിന്നെ ഇത്രയൊക്കെ കിട്ടിയത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വീട്ടിലെത്തിയാൽ. പിന്നെ സ്വാഭാവികമായിട്ടും മടിയാവൂലേ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ അല്ലേ നമുക്കൊരു ഊർജ്ജം. ഇന്നിപ്പോൾ രാത്രി റവയാണ്, ഒരിക്കലായതുകൊണ്ട് റവയാണ്. ഒരു ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ അരിയാഹാരം കഴിച്ചിട്ട്. ഇനി രാത്രി റവയും ഗ്രീൻ പീസുമാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ.